ഹായ് ഫ്രണ്ട്സ്, എ ടു സെഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു റെസിപ്പി ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും ചേർത്ത് കൊടുത്ത് ബീറ്റ്റൂട്ട് വിനാഗിരിയുമായി ഒന്ന് മിക്സ് ചെയ്ത് ലയിപ്പിച്ചതിന് ശേഷം കുറച്ച് കായപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കായപ്പൊടിയും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബീറ്റ്റൂട്ട് വിനാഗിരിയിൽ കിടന്ന് വറ്റുന്നത് വരെ വേവിക്കാം. വിനാഗിരി വറ്റിത്തീരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ഓപ്ഷണലാണ്. എരിവ് ആവശ്യമുള്ളവർ മാത്രം മുളക് പൊടി ചേർത്താൽ മതിയാകും. എരിവ് താല്പര്യമില്ലാത്തവർ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബീറ്റ്റൂട്ട് അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. ചൂടാറിയതിന് ശേഷം അടച്ചുറപ്പുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി സൂക്ഷിച്ചു വെച്ചാൽ ദിവസങ്ങളോളം നമുക്കിത് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്നതാണ്. വളരെ ടേസ്റ്റിയായ ഒരു വിഭവമാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു.